പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകവും നമ്മൾ നിറയപ്പെടുമ്പോൾ വലിയ ഡെലിവറൻസ് നമ്മുടെ ജീവിതത്തിൽ അത് മാനിഫെസ്റ്റ് ആവും, വെളിപ്പെടും. യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ ആ പ്രവൃത്തിയുടെ കർത്താവിന്റെ പരിഹാര ബലിയിലൂടെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ദുഷ്ടശക്തികളെയും സാത്താന്റെ സാമ്രാജ്യത്തെയും അവിടുന്ന് തകർത്തു. ആധിപത്യങ്ങളെ അധികാരങ്ങളെ നിരായുധമാക്കി. അതിന്റെ പവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ നമ്മുടെ സ്പിരിറ്റില്, നമ്മുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലും നമ്മളായിരിക്കുന്ന ലോകം, നമ്മളായിരിക്കുന്ന എല്ലാ അറ്റ്മോസ്ഫിയറിലേക്കും അത് വന്ന് നിറയപ്പെടുകയാണ്. വലിയ സമാധാനവും സ്വസ്ഥതയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ യേശു പറഞ്ഞു, ഈ എൻ്റെ സമാധാനം എവിടുന്നാ വരുന്നേ? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകും, എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകും. യേശു നൽകുന്ന സമാധാനം, ആ സമാധാനമാണ് നിത്യമായി നിലനിൽക്കുന്ന ദൈവരാജ്യത്തിൽ നിന്ന് വരുന്ന സമാധാനം. മനുഷ്യന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ അവൻ ആശ്രയിക്കുന്ന പല കാര്യങ്ങളിലുമാണ്. എന്നാൽ ദൈവം നൽകുന്ന സമാധാനം, അതിന്റെ ഉറവ സ്പിരിറ്റ്, നമ്മുടെ സ്പിരിറ്റ്. പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ആത്മാവ് യേശുക്രിസ്തുവിനോടൊപ്പം, നമ്മൾ യേശുക്രിസ്തുവിനോടൊപ്പം ഇരുത്തപ്പെട്ടിരിക്കുന്നു. ആ സ്പിരിറ്റിൽ നിന്ന് വരുന്ന, യേശുവിന്റെ ആത്മാവിൽ നിന്ന് വരുന്ന ആ സമാധാനമാണ് നിലനിൽക്കുന്ന, നമ്മളെ പിടിച്ചു നടത്തുന്ന ആ സമാധാനം. അതുകൊണ്ട് യേശു പറയുക, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഇത് ദുഷ്ടാരൂപികൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാകാം ഒരു വിശ്വാസിയെ ദുഷ്ടാരൂപി അസ്വസ്ഥപ്പെടുത്തുന്നു? ഇന്നത്തെ കർത്താവ് നമ്മൾ പങ്കുവയ്ക്കുവാൻ നൽകിയ മെസ്സേജ് ഇതാണ്. യേശുക്രിസ്തു വിശ്വസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വാസത്തിൽ മുൻപോട്ട് പോകുന്നുണ്ട്. പക്ഷേ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ, കുടുംബത്തിൽ സമാധാനമില്ല, എപ്പോഴും വഴക്കും ബഹളവും, ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അത് കാരണം വല്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് കർത്താവ് നിങ്ങളെ ഡെലിവർ ചെയ്യും. ജീസസ് വിൽ ഡെലിവർ ചെയ്യും. യേശുവിന്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ ശക്തി നിങ്ങളുടെ ആത്മാവിൽ ഇന്ന് നിറയപ്പെടും. ഇന്ന് നിങ്ങൾ യേശുവിനെ ഇന്നേ വരെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് വിശ്വസിക്കുക. യേശുവിനോട് പറയണം, എൻ്റെ യേശുവെ, ഞാൻ എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്നുവെന്നും കാൽവരി മലമുകളിൽ പരിഹാര ബലിയായി തീർന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. യേശുവെ, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ, എന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. അവിടുന്ന് ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ യേശുവിന്റെ ശക്തി, യേശുവിന്റെ സമാധാനം. നിങ്ങൾ ക്രിസ്ത്യാനിയൊന്നും ജനിച്ച വ്യക്തിയല്ലായിരിക്കും, നിങ്ങളുടെ ഉള്ളിൽ വന്ന് യേശുവിന്റെ ശക്തി വന്നാൽ, യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ഒരു ബ്രാൻഡ് ന്യൂ സ്പിരിറ്റ് പിതാവാൻ ദൈവം നൽകുകയാണ്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാനിന്ന് പഠിപ്പിക്കുന്ന കാര്യം, എങ്ങനെ ദുഷ്ടാരൂപികളെ ശക്തികൾ, നിങ്ങളെ അസ്വസ്ഥപ്പെടുന്ന ദുഷ്ടാരൂപികളെ ശക്തികളെ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കും. എന്തുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചിട്ടും ചില ക്രിസ്ത്യാനികൾ പറയാറുണ്ട്, അവരുടെ ഭവനം ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വീട്ടിൽ ദുഷ്ടാരൂപിയുടെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം? ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് 3 തലങ്ങളുണ്ട്. നമുക്കൊരു ആത്മാവുണ്ട്, മനസ്സുണ്ട്, ശരീരമുണ്ട്. സ്പിരിറ്റ്, സോൾ, ബോഡി. അപ്പൊ ഈ ഒരു ആത്മാവിന്റെ തലത്തിലാണ്, സ്പിരിറ്റ് തലത്തിലാണ് യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ കർത്താവിന്റെ പരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്കൊരു ബ്രാൻഡ് ന്യൂ സ്പിരിറ്റ്, നമ്മുടെ സ്പിരിറ്റ് യേശുവിനോടൊപ്പം സുരക്ഷിതമായി പ്രവേശിക്കുകയാണ്. ആ സുരക്ഷിതത്വത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് കുരിശിലെ പരിഹാര ബലിയിൽ വിശ്വസിക്കുമ്പോൾ ഒരാളിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാൽവേഷൻ, രക്ഷ. അതുകൊണ്ട് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്, എഫെസോസ് ലേഖനം 6-ാം അധ്യായത്തിൽ, രക്ഷയുടെ ആ ശിരോവസ്ത്രം നമ്മൾ അണിയണം. യേശുക്രിസ്തുവിലൂടെ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഇത് വിശ്വസിക്കണം. യേശുവിന്റെ പരിഹാര ബലിയിലൂടെ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അധരം തുറന്ന് പറഞ്ഞേ, യേശുക്രിസ്തുവിന്റെ പരിഹാര ബലിയിലൂടെ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ ദൂതന്മാര് നമ്മളെ സഹായിക്കുവാനായിട്ട്, മാലാഖമാര് തയ്യാറായിട്ട് നിൽക്കുകയാണ് രക്ഷിക്കപ്പെട്ടവരെ സഹായിക്കുവാനായിട്ട്. അപ്പൊ നമ്മളിലെ ഒരു ഭാഗം, നമ്മളിലെ ആത്മാവിന്റെ തലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു.
പക്ഷെ നമുക്ക് മനസ്സുണ്ട്, ശരീരമുണ്ട്. നമുക്ക് മനസ്സുണ്ട്, നമുക്ക് ശരീരമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ മനസ്സിന്റെ തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സോളിഷ് റലത്തിനകത്ത് ഒരു വീണ്ടെടുപ്പ് നടക്കേണ്ടതായിട്ടുണ്ട്. ഈ സോളിഷ് റലത്തിലാണ്, അതായത് നമ്മുടെ മൈൻഡിന്റെ ഈ റലത്തിലാണ് ഈ ബാറ്റിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പിശാചിന്റെ ഈ പരിപാടികൾ മുഴുവൻ, അവന്റെ ഓപ്പറേഷൻ ടാക്ടിക്സുകളും പരിപാടികളെല്ലാം, പരാജയപ്പെട്ട പിശാചിന്റെ പരിപാടികളെല്ലാം അവിടെയാണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ ശക്തി സ്വീകരിക്കുന്ന എവിടുന്ന? സ്പിരിറ്റ് റലത്തിൽ നിന്ന്. വചനത്തിലൂടെ യേശുവിനെ ആരാധിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ തലത്തിൽ ദൈവശക്തി വന്ന് നിറഞ്ഞ് നമ്മുടെ മനസ്സിരിക്കുന്ന, അതായത് നിങ്ങളുടെ ജീവിതം റിവോൾവ് അറൗണ്ട് നിൽക്കുന്ന ആ തലത്തിലേക്ക് പരിശുദ്ധാത്മ ശക്തിയെ കൊണ്ടുവരുമ്പോൾ അവിടെ ദുഷ്ടൻ അവന്റെ പ്രവർത്തനം അവിടെ 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 അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ അവിടെ കീഴ്പ്പെടുകയാണ്. കാരണം അവൻ പരാജയപ്പെട്ടവനാണ്. ഓരോ ക്രിസ്ത്യാനിയോടും, ഓരോ വിശ്വാസിയോടും, ക്രിസ്ത്യാനി ഞാൻ പറയുന്നത്, ഓരോ വിശ്വാസിയോടും ദൈവത്തിന്റെ വചനം ആവശ്യപ്പെടുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെ സാത്താന്റെ പ്രവർത്തികളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അഴിക്കണം. ഇന്ന് സാത്താന്റെ ഡൊമീനിയൻ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാനുള്ള കാരണം എന്താ? സാത്താന്റെ ഡൊമീനിയൻ. ഞാനൊരു വചനം വായിച്ചത് അതിനെക്കുറിച്ച് പറയാം. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തില്, ഇത് ഇംഗ്ലീഷ് ബൈബിളായിരിക്കും, ഇംഗ്ലീഷ് വായിക്കാം കേട്ടോ. The God of peace will crush Satan under your feet shortly. The grace of our Lord Jesus Christ be with you. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. റോമ 16:20. കർത്താവിന്റെ കൃപ. അതിന്റെ തൊട്ടടുത്ത വാക്യം, ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബി വിത്ത് യു. കർത്താവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. എന്താണ് നമ്മളോടുകൂടെ ഉണ്ടായിരിക്കേണ്ടത്? സാത്താൻ നമ്മുടെ മുൻപിൽ, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ അഴിഞ്ഞു മാറണമെങ്കിൽ എന്താ വേണ്ടേ? കർത്താവിന്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. കൃപ എന്ന് വെച്ചാൽ എന്താണ്? കൃപ എന്താണ്? അർഹതയില്ലാത്ത ദാനമാണ്. യേശുവിന്റെ പരിഹാര ബലിയിലൂടെ ചൊരിയപ്പെടുന്ന പവറാണ്, അഭിഷേകമാണ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം നമ്മുടെ മാനുഷിക വിജ്ഞാനമോ നമ്മളിലുള്ള ആശ്രയമല്ല. ഈശോ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കാൽവരി മലമുകളിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ വിശ്വസിക്കുമ്പോൾ ടെറ്റലസ്റ്റായി അവൻ സകലതും പൂർത്തീകരിച്ചു. അതിനെ അങ്ങ് മുറുകെ പിടിക്കുമ്പോൾ ക്രിസ്തുവിനുള്ള ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ശത്രു നിന്നെ കാണുന്നത്, ദുഷ്ടൻ കാണുന്നത് നിന്നെയല്ല, യേശു ക്രിസ്തുവിനെയാണ്. ഇപ്പൊ നിനക്കെതിരെ ഒരാൾ മന്ത്രവാദം ചെയ്താൽ, ആഭിചാരം ചെയ്താൽ, ദുർമന്ത്രവാദം ചെയ്താൽ, ആ ശക്തികൾ വന്നു കഴിയുമ്പോഴത്തേക്കും അവര് കാണുന്നത് ആരെയാണ്? അവര് കാണുന്നത് നിന്നെയല്ല കാണുന്നത്. നീ ക്രിസ്തുവിന്റെ ഐഡന്റിറ്റിയിൽ മറഞ്ഞിരിക്കുമ്പോൾ അവർ യേശു ക്രിസ്തുവിനെയാണ് കാണുന്നത്. കാരണം അവർ പരാജയപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ മുൻപിലാണ്. എല്ലാ ദുഷ്ടശക്തികളും പരാജയപ്പെട്ടു. അവരെല്ലാം ഒരു കാലഘട്ടത്തിൽ പിതാവാം ദൈവം സൃഷ്ടിച്ച സ്വർഗത്തിൽ ഒരു ഭാഗത്തുണ്ടായിരുന്ന, അവിടെ നല്ല പൊസിഷനിൽ നിന്നിരുന്ന വ്യക്തികളൊക്കെ തന്നെയാണ്. എന്നാൽ അവരെ സ്വർഗത്തിൽ നിന്ന് അവർ ബാനിഷ്ഡായ പോയ സമയത്ത് അവർ ഈ ഭൂമിയുടെ പല ഭാഗത്തുമായിട്ട് അവർ ആധിപത്യം പുലർത്തി, അവരെ അങ്ങ് പണിഷ്ഠായിട്ട് അവിടുന്ന് അവർ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അവർക്ക്. പണ്ട് അവിടം വരെയും കയറി അവന്മാർ വാദിക്കുമായിരുന്നു, പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. പക്ഷെ യേശു ഈ ഭൂമിയിൽ വന്ന്, ഈ സ്ഥലത്ത് വന്ന്, നമ്മൾ നിൽക്കുന്ന ഈ ഭൂമിയിൽ വന്ന് ദൈവപുത്രൻ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്ന ആ രക്തവുമായി, നമ്മളെ നീതീകരിച്ച രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറിയ നിമിഷം മുതൽ സാത്താന് പിന്നെ ഈ ഭൂമിയുടെ ഈ ടെറിട്ടറി കടന്നുള്ള, നമ്മുടെ ചുറ്റുമുള്ള ഈ രണത്തിൽ കടന്നുള്ള സംഭവമേ ഉള്ളൂ. ഇനി അവൻ പോകാൻ പോകുന്നത് ലേക്ക് ഓഫ് ഫയറിലേക്കാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ തിരുരക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം കർത്താവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിറയപ്പെടും. ഹല്ലേലൂയ. പക്ഷെ എന്നാലും സംശയിച്ചിരിക്കും, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടും ചില ദിവസങ്ങൾ ഇങ്ങനെ അസ്വസ്ഥത വരുന്നു, വഴക്കുണ്ടാകുന്നു, വീടുകളിലൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു? അതിന് അപ്പോസ്തലൻ നൽകുന്ന ഒരു ഉത്തരവുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇന്നത്തെ ദിവസം 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന് 6-ാം വാക്യം വായിക്കും. ഇന്നത്തെ ദിവസം വലിയ വിടുതലുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ നടുവിലൂടെ ഇന്ന് വ്യാപരിക്കുമ്പോൾ, ദൈവം നമ്മുടെ നടുവിലൂടെ ഇന്ന് മൂവ് ചെയ്യുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അത്ഭുതകരമായ കാര്യങ്ങൾ. എപ്പോഴും നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ദൈവത്തിന് നമ്മളോടുള്ള, നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമായ പദ്ധതികളല്ല. God has amazing plans for us.
ദൈവത്തിന് പറഞ്ഞ് ഇങ്ങനെ അധരം തുറന്നത്, എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് വലിയ പദ്ധതികളാണുള്ളത്, നിസ്സാരമായ പദ്ധതികളാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ ചെറുതാക്കി കണ്ടിട്ട് ഇങ്ങനെ പറയുമോ, ദൈവത്തിന് എന്നെക്കുറിച്ച് അങ്ങനെ വലിയ പദ്ധതിയൊന്നും ഇല്ല, ദൈവം അങ്ങനെയൊന്നും എന്നെ ഒന്നും കരുതുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ ഒരിക്കലും പറയും, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഊഹിക്കുന്നതിനേക്കാളും ഒക്കെ വളരെ വലുതാണ്. പക്ഷെ ആ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ആ പദ്ധതികൾക്കായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു അനോയിറ്റിംഗ് ഉണ്ട്, ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തെ നമ്മൾ സ്വീകരിക്കണം. ആ അഭിഷേകത്തെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ പദ്ധതികളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് 1 പത്രോസ് 5-ാം അധ്യായത്തിൽ നമ്മളൊരു വാക്യം കാണുന്നത്, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക. താഴ്മയോടെ നിൽക്കുക. നമുക്ക് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫാസ്റ്റ് പേസിൽ കാര്യങ്ങളെല്ലാം നടക്കണം. കർത്താവ് പറയുകയാണ്, നിങ്ങൾ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് നിങ്ങളെ ഞാൻ ഉയർത്തും. പറഞ്ഞേ, അതരം തുറന്ന് പറഞ്ഞു, എന്നെ തക്ക സമയത്ത് എന്റെ ദൈവം ഉയർത്തും. എന്റെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. അതായത് നമ്മൾ അനുവദിക്കുമ്പോൾ മാത്രമാണ് ഈ ദുഷ്ടാരൂപിക്ക് നമ്മുടെ മേൽ ഡൊമീനിയൻ കിട്ടുന്നത്. നമ്മുടെ പൗലോസേ പഠിപ്പിക്കുന്നത്, ഡോണ്ട് ഗീവ് പവർ ടു എനി. ഹല്ലേലൂയ. നമ്മളെ ഡൊമീനിയൻ ചെയ്യാൻ, അതായത് നമ്മളെ ഡോമിനേറ്റ് ചെയ്യുവാൻ നമ്മൾ ഒന്നിനെയും അനുവദിക്കരുത്. നമ്മൾ കർത്താവിന്റെ കൃപയ്ക്ക് കീഴിലാണെങ്കിൽ പാപം നമ്മുടെ മേൽ ഭരണം നടത്തുകയില്ല എന്നാണ് റോമാലേഖനം 6-ാം അധ്യായത്തില് കർത്താവിന്റെ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ഇഫ് യു ആർ അണ്ടർ ഗ്രേസ്, സിൻ ഷാൽ നോട്ട് ഹാവ് ഡൊമീനിയൻ ഓവർ യു. റോമ 6:14. For sin shall not have dominion over you if you are under grace. If you are not under law but under grace. പാപത്തിന് നിങ്ങളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കത്തില്ല, നിങ്ങൾ കർത്താവിന്റെ കൃപയ്ക്ക് കീഴിലാണെങ്കിൽ. നിയമത്തിലല്ല, കർത്താവ്. യു ആർ നോട്ട് അണ്ടർ ലോ, യു ആർ അണ്ടർ ഗ്രേസ്. അപ്പോൾ പിശാച് എന്തുകൊണ്ടാണ് ചില വീടുകളിൽ ആധിപത്യം ഉള്ളതുപോലെ, ചില പറമ്പുകളിൽ, ചില വ്യക്തികളിൽ അവന്റെ സ്വാധീനം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിർത്താൻ, അല്ലെങ്കിൽ ഈ പൊസഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? വചനം നൽകുന്ന ഉത്തരം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും കർത്താവിന്റെ കാൽവരി മലമുകളിലെ ആ പരിഹാര ബലിയിൽ നിന്ന് ഒരു വ്യക്തി അവനെ തന്നെ അടർത്തി മാറ്റി അവന്റെ സ്വയത്തിൽ ആശ്രയിച്ച് പിശാചിന്റെ ഡൊമീനിയൻ അവനെ തന്നെ പോയി വിധേയപ്പെടുത്തുമ്പോഴാണ് പിശാചിന് ഒരു വ്യക്തിയുടെ മേൽ ഡൊമീനിയൻ ഉണ്ടാകുന്നത്. അതായത് ഉദാഹരണം പറഞ്ഞാൽ, കർത്താവിന്റെ കൃപയ്ക്ക് കീഴിൽ നിൽക്കുന്ന ഒരു വ്യക്തി, യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിൽ അടിയുറച്ച് വിശ്വസിച്ച് ആ കൃപയെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് വഴി നടത്തുകയാണ്. എന്നാൽ നമ്മളായിരിക്കുന്ന നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കൊരു ശരീരമുണ്ട്, നമുക്ക് സ്പിരിറ്റ് ഉണ്ട്, നമ്മുടെ മനസ്സുണ്ട്. അപ്പൊ ഈ നമ്മുടെ മനസ്സിന്റെ തലത്തിൽ നമ്മൾ പല കാര്യത്തിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് നമ്മുടെ ജഡം നമ്മളോട് പല കാര്യങ്ങളും പറയും. നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് പിശാച് ചിലപ്പോൾ നമ്മുടെ മനസ്സിനോട് ചില കാര്യങ്ങൾ പറയും, നമ്മുടെ ജഡം ചില കാര്യങ്ങൾ നമ്മളോട് പറയും, പരിശുദ്ധാത്മാവ് നമ്മളോട് ചില കാര്യങ്ങൾ പറയും. നമ്മുടെ ജഡം, അപ്പൊ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം ജഡം പറയുകയാണ്, ഒരു മദ്യപിക്ക്, ഒരു റിലാക്സേഷൻ കിട്ടും. നിങ്ങളുടെ പിശാച് ചിലപ്പോൾ ചെവി വന്നിട്ട് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ മനസ്സിനോട് പറയും ചില കാര്യങ്ങൾ. അപ്പൊ പിശാച് മനസ്സിനോട് പറയുമ്പോൾ പലപ്പോഴും തേർഡ് പേഴ്സൺ ആയിട്ടല്ല പിശാച് പറയുന്നത്, നീ പോയി വ്യഭിചരിക്കുക, അങ്ങനെയല്ല പറയുന്നത്. പിശാച് ഒരു വ്യക്തിയുടെ മനസ്സിനോട് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സണിലാണ് പറയുന്നത്. അതായത് വ്യഭിചരിക്കാം, മദ്യപിക്കാം, ഇനിയിപ്പം അതങ്ങ് ചെയ്തേക്കാം, എന്നാ ഒരു റിലീഫ് കിട്ടും. അതായത് നമ്മളാണ് ചിന്തിക്കുന്നതെന്നുള്ള നിലയിൽ അവൻ നമ്മളുടെ മനസ്സിൽ കയറി ഓപ്പറേറ്റ് ചെയ്യും. ഇത് ആരുടെ മനസ്സിലാണ് അവൻ കയറി ഓപ്പറേറ്റ് ചെയ്യുന്നത്? യേശുക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ കർത്താവിന്റെ കൃപയിൽ നിന്ന് വ്യതിചലിച്ചു പോയ വ്യക്തികളുടെ മനസ്സിലാണ് അവൻ ഓപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ കൃപയിൽ നിറയപ്പെട്ട ഒരു വ്യക്തിയുടെ മനസ്സിനെ അവൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ടത്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും വിശ്വസിക്കുന്നത് എന്റെ ആത്മാവ് കർത്താവിന്റെ സുരക്ഷിത സങ്കേതത്തിലാണ്. ആ നിറവിനകത്ത് നിന്ന്, യേശുവിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുമ്പോൾ സാത്താന്റെ മേൽ നമുക്ക് ഡൊമീനിയൻ കിട്ടണം, അവന്റെ മേൽ നമുക്ക് വാഴാനുള്ള അഭിഷേകം കിട്ടണം. അതുകൊണ്ടാണ് പൗലോസിനെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ കൃപയ്ക്ക് കീഴിലാണെങ്കിൽ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. അപ്പൊ പാപം ഭരണം നടത്താൻ തുടങ്ങുമ്പോൾ നമ്മൾ കൃപയിൽ നിന്ന് നമ്മൾ നിയമത്തിന്റെ കീഴിലോട്ട് വരിക. നിയമത്തിന് കീഴോട്ട് വന്നു കഴിഞ്ഞാൽ പിശാച് അത് വെച്ചാണ് വാദിക്കുന്നത്. അവൻ ആ കൽപ്പന ലംഘിച്ചു, അവൻ ഈ കൽപ്പന ലംഘിച്ചു. അപ്പൊ ആ റലത്തിലേക്ക് നമ്മൾ തന്നെ പോയി വീഴുവാണ്. അതിലേക്ക് വീഴാതെ ഇന്ന് നമ്മൾ വിശ്വസിക്കണം, എന്റെ യേശുവേ. പിശാചിന്റെ സകല വാദങ്ങളെ പൊളിയുന്ന എപ്പോഴാണെന്നറിയോ? നമ്മളിൽ നിന്നുള്ള പിടുത്തം വിട്ട് നമ്മുടെ യഥാർത്ഥ ഐഡന്റിറ്റി, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരി മലമുകളിൽ പരിഹാര ബലിയായി തീർന്ന് എന്നെ നീതീകരിച്ചു, എന്നെ വീണ്ടെടുത്തു, എന്നെ സ്വന്തമാക്കി. എന്റെ യേശുവിന്റെ നീതീകരണത്തിലൂടെയാണ് ഞാനിന്ന് ദൈവത്തിന്റെ മകനായി മകളായി തീർന്നിരിക്കുന്നത്. അത് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സമയത്ത് സ്വർഗം ടേക്ക് ഓവർ ചെയ്യും. 2 Corinthians 5:20 നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. ആ ഒരു മേഖലയെ പിശാചിന് തൊടാൻ പറ്റത്തില്ല. കാരണം പാപം അറിയാത്തവൻ നിനക്ക് വേണ്ടി പാപമായി തീർന്ന് നിന്റെ പാപത്തിന്റെ ശിക്ഷ, ശാപത്തിന്റെ ശിക്ഷ യേശു ക്രൂശിൽ ഏറ്റെടുത്തു. അത് വിശ്വസിക്കുകയും അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് സ്വർഗത്തിന്റെ വലിയ ശക്തി മുഴുവൻ നിന്റെ ആത്മലോകത്തിലേക്കും നീ ആയിരിക്കുന്ന മണ്ഡലത്തിലേക്കും ഇറങ്ങി വന്ന് നിൽക്കും. ആ സമയത്ത് നിന്റെ വീട്ടിലിരിക്കുന്ന, നിന്റെ പറമ്പിലിരിക്കുന്ന പിശാചുകൾക്ക് നിൽക്കാൻ പറ്റില്ല. അവരവിടെ ഓടും. They will run away from that place. Why? Because the power of the Holy Spirit is moving. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ ടെറിട്ടറിയിൽ വന്ന് വാഴുന്ന നിമിഷമാണ്. ആ സമയത്ത് ദുഷ്ടശക്തികൾക്ക് അവിടെ പിടിച്ചു നിൽക്കുവാൻ പറ്റത്തില്ല. യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ലൂക്ക 10:19. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും. അപ്പൊ ഈ ചില പൈത്തോണിക് സ്പിരിറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ യേശു എന്തുകൊണ്ട് പാമ്പുകൾ എന്ന് പറഞ്ഞ് സ്പിരിറ്റ്സ്, അങ്ങനെ പൈത്തൺ സ്പിരിറ്റ്സ് എന്നൊക്കെ പറയും. പലതരത്തിലുള്ള ദുഷ്ടശക്തികളുണ്ട്. ഇപ്പൊ ചില മനുഷ്യരുടെ ജീവിതത്തില് ഈ ചില പ്രലോഭനങ്ങൾ പിശാചിടുമ്പോൾ അവന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാപം അല്ലെങ്കിൽ ഒരു റോങ് ഇമ്മോറൽ റിലേഷൻഷിപ്പ്. ആദ്യം അത് തുടങ്ങുമ്പോഴത്തേക്കും അത് വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നും. അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ഭയങ്കര റിലീഫ് തോന്നും. അപ്പൊ അതിനകത്ത് കൂടെ അതിപ്പോ വിവാഹിതനായ ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് വരുമ്പോഴത്തേക്കും ഒരു പെരുമ്പാമ്പ് നിങ്ങളുടെ മുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കിടക്കുന്ന കാലയില്, നിങ്ങളുടെ കട്ടിലേല് നിങ്ങളുടെ അടുത്ത് വന്ന് കിടന്ന് ഇങ്ങനെ അങ്ങനെ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലൊന്ന് കൊണ്ടുവരണം ഇപ്പോഴേ. അതായത് ഒരു പെരുമ്പാമ്പ് നിങ്ങളുടെ കട്ടിലെ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് വന്ന് കിടക്കുവാണ്. അപ്പൊ അതിങ്ങനെ നിങ്ങളുടെ ദേഹത്തിൽ കൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ ആദ്യം ഒരു കിക്കിളിയൊക്കെ ഫീൽ ചെയ്യും. പണ്ടൊരു സ്ത്രീ ഇങ്ങനെ, അവർക്കൊരു പെറ്റ് പെരുമ്പാമ്പുണ്ടായിരുന്നു. ഈ പെരുമ്പാമ്പിനെ അവരിങ്ങനെ ചില ദിവസങ്ങൾ അവർ രാത്രി വന്നിട്ട് ഇവരുടെ കൂടെ വന്ന് കിടക്കാൻ തുടങ്ങി. ഇവരെ ഇങ്ങനെ ഇക്കിളിപ്പെടുത്താനും ഇവരെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കാനും ഒക്കെ ഇങ്ങനെ തുടങ്ങി. അപ്പം കുറെ നാൾ ഇവർ ഓർത്ത് സ്നേഹം കാരണമായിരിക്കും ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് ഓർത്ത്. ഭയങ്കര സ്നേഹം, പെരുമ്പാമ്പിന്റെ സ്നേഹം കാരണം ഇവർ ഓർത്ത് അയ്യോ ഭയങ്കര സ്നേഹം, പെറ്റാണ്, വീട്ടിൽ വളർത്തുന്നത്. ഈ സായിപ്പ്മാർക്ക് അങ്ങനത്തെ ചില രീതികളൊക്കെയാണ്. പാമ്പിനെയൊക്കെ വളർത്തുന്നുണ്ട്. ഞാൻ ഓസ്ട്രേലിയ ചെന്നപ്പോൾ ഒരു വീട്ടിൽ എന്തോരം പാമ്പുകളാന്ന് പറയും, പാമ്പിനെ പെറ്റായിട്ട് വളർത്തുവാണ്. അത് അങ്ങനെയൊക്കെയുള്ള വിചിത്രമായ രീതികളുള്ള സായിപ്പന്മാരുണ്ട്. അപ്പം ഈ വ്യക്തി അവസാനം വേറൊരു ഫ്രണ്ടിനോട് പറഞ്ഞത്, എന്റെ വീട്ടിലിങ്ങനെ എന്റെ പെറ്റ് ഇങ്ങനെ എന്നെ കുറെ ദിവസം ഭയങ്കരമായിട്ട് സ്നേഹിക്കുക. അപ്പൊ ആള് പറഞ്ഞു, ഇത് കേട്ട ആൾക്ക് കാര്യം പിടിയിട്ട് ആള് പറഞ്ഞു, അത് നിന്നെ സ്നേഹിക്കുന്നതല്ല, നിന്റെ വലിപ്പം അത് അളന്നുകൊണ്ടിരിക്കുവാണ്, എങ്ങനെ നിന്നെ വിഴുങ്ങാമെന്നുള്ളത്. ഇതാണ് പിശാചിന്റെ പരിപാടി. പിശാചിന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇമ്മോറൽ റിലേഷൻഷിപ്പ് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു ബലഹീനതയിലേക്ക് തള്ളിയിടുക. ആ തള്ളിയിട്ടിട്ട് അതിനകത്ത് കൂടെ പയ്യെ കയറി നിങ്ങളുടെ സ്പിരിറ്റിനെ അവന് തൊടാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 3 തലങ്ങളുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ ആത്മാവിന്റെ സ്പിരിറ്റ് തലത്തെ അവന് തൊടാൻ പറ്റത്തില്ല. കാരണം അത് യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ട തലമാണ്. എന്നാൽ നിങ്ങളെ തളർത്താനും അസ്വസ്ഥപ്പെടുത്താനും നിങ്ങളെ ബന്ധിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളുടെ മനസ്സിന്റെ തലത്തെ, സോൾ തലത്തെ കയറി അതിനകത്ത് കൂടെ ദൈവത്തിന്റെ ശക്തി വരുന്നതിനെ വലിച്ച് ഊറ്റി കുടിച്ച് അതിനെ മുഴുവൻ കവർന്നെടുത്ത് നിങ്ങളെ മൊത്തത്തിൽ ഡൗൺ ആക്കാനുള്ള പദ്ധതിയാണ് പിശാചിടുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞത്, സാത്താൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ്. പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുക, മൊത്തം മെസ്സാക്കുക. തുടക്കത്തിലൊന്നും തോന്നത്തില്ല, കുറച്ചങ്ങ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു അനോയിറ്റിംഗ് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും
അവൻ വേറെ രീതി പണി തന്ന് നമ്മളെ അടിമപ്പെടുത്താൻ നോക്കും. അങ്ങനെയാണ് മനുഷ്യൻ അടിമകളായിപ്പോ. ചില പാപത്തിന് അടിമകളാകുന്നു, ഡൊമിനിയൻ അടിമകളാകുന്നു. പൗലോസിനെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് സ്വീകാര്യമാണ്, പക്ഷെ എല്ലാം പ്രയോജനകരമല്ല. കൊറിന്തോസുകാർക്ക് ലേഖനത്തിൽ പൗലോസിനെ പറയുകയാണ്, ഒരു കാര്യത്തിന്റെയും പവറിന് യു ഷുഡ് നോട്ട് ബി സബ്ജക്ട് ആൻഡ് ഗീവ് പവർ ടു എനി. ഇപ്പൊ വ്യഭിചാരത്തിന് പോയി പവർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡോമിനേറ്റ് ചെയ്യുകയാണ്. മദ്യപാനത്തിന് പവർ കൊടുത്തു കഴിയുമ്പോൾ അത് ഡോമിനേറ്റ് ചെയ്യുകയാണ്. ആഭിചാരത്തിന് പവർ കൊടുത്തു കഴിയുമ്പോൾ അത് ഡോമിനേറ്റ് ചെയ്യുകയാണ്. പെട്ടെന്ന് കാര്യം നടക്കണം. ഒരാൾ പറഞ്ഞു അവിടെ ഒരു ദുഷ്ടശക്തിയെ സേവിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അവൻ ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃപയെന്ന മനുഷ്യൻ നേരെ നിയമത്തിലേക്ക് വന്നു. പിന്നെ അവനോടെ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ക്ലെയിമിന്റെ പരിപാടി തന്നെ, ഇവനും എപ്പോഴും നീ അടിമയായിട്ട് നിൽക്കും. എന്നാൽ ഇന്ന് എല്ലാ അടിമത്തത്തിൽ നിന്ന് നിന്നെ യഥാർത്ഥമായ സ്വാതന്ത്ര്യമാക്കുന്നവന്റെ കൃപയ്ക്കുള്ളിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ അവന്റെ കൃപ നിന്നെ പരിപൂർണമായും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. അതാ യേശു പറഞ്ഞത്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സാക്ഷാൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങളെ സ്വതന്ത്രരാ. പുത്രൻ ഈ ഭൂമിയിൽ വന്നത് നിങ്ങളെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. ചിലപ്പോൾ നിങ്ങൾ വീടിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ സ്ഥലം മേടിച്ച് വീട് വെച്ച സ്ഥലത്ത് ഇതിനു മുമ്പ് താമസിച്ചിരുന്നവർ ചില ദുഷ്ടശക്തികളെ വിളിച്ച് അവിടെ പൂജിച്ച് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടായി. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. കാരണം അങ്ങനെ വിളിച്ച്, അതായത് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഇവന്മാരുണ്ട്, സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കുന്നത്, അവിടുന്ന് കർത്താവ് പുറത്താക്കിയിരിക്കുന്ന ശക്തികളാണ്. ഈ ദുഷ്ടശക്തികളെ അവന്മാരിങ്ങനെ ആധിപത്യം വെച്ചുകൊണ്ടിരിക്കും. ഈ ആധിപത്യം വെക്കുന്ന ശക്തികളെല്ലാം ചില പറമ്പിലേക്കൊക്കെ വിളിച്ചു വരുത്തി അവർ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇവന്റെ മേൽ ഡൊമീനിയൻ കൊടുത്താണ് ദൈവം സൃഷ്ടിച്ചത്. ഈ ഭൂമിയിലെ ഈ ദുഷ്ടശക്തികളുടെ മേൽ ഡൊമീനിയൻ, ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യനും ഏത് ജാതി മതവുമായിട്ട് അവന്റെ മേൽ ദുഷ്ടശക്തികളെ ഒരു ഡൊമീനിയൻ ക്രിയേറ്റ് ചെയ്താണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ ഇവന് പോയി വിധേയപ്പെടുകയാണ്. എന്നിട്ട് അവന് ഡൊമീനിയൻ കൊടുക്കുക. അതുകൊണ്ട് പൗലോസിനെ പഠിപ്പിക്കും, നിങ്ങൾ അവന് ഡൊമീനിയൻ കൊടുക്കരുത്. അതാ പഴയ നിയമത്തിനേക്കാളും ഇന്ന് നമുക്കുള്ള ഏറ്റവും വലിയ എന്താ പറയുന്നത്, നമുക്ക് രക്ഷ ലഭിച്ചു. യേശുക്രിസ്തുവിലൂടെ രക്ഷ ലഭിച്ചു. ഇന്ന് യേശുവേ അങ്ങയുടെ പരിഹാര ബലിയിൽ അവിടെ നീ ആധിപത്യങ്ങളെ നിരായുധമാക്കിയല്ലോ. യേശുവിന്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെ പിതാവേ എന്നെ അവിടുന്ന് അനുരഞ്ജനത്തിലേക്ക് നയിച്ചതിനെ നന്ദി എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ സ്പിരിറ്റിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു പറയും. ഇതാണ് സുവിശേഷം. അതിനെങ്ങും പോകണ്ട. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സ്പിരിറ്റിനകത്തോട്ട്, നിങ്ങളുടെ ആത്മാവിനകത്തോട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു പറയും. ഈ ശക്തിക്കകത്ത് ഒരു വ്യക്തി നിറഞ്ഞു മുന്നേറാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ടെറിട്ടറിയിൽ നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശു ക്രൂശി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ ശക്തിയിലൂടെ യേശുവിന്റെ ആത്മാവ് സബ്ഡ്യൂ ചെയ്യുകയാണ്, തകർക്കുകയാണ്. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തില് പൗലോസിനെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ, ഇംഗ്ലീഷ് ബൈബിളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ബൈബിൾ നിങ്ങൾ ഇന്നെടുത്ത് വായിക്കണം. ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. ആരാ കാത്തിരിക്കുന്നു? യേശു കാത്തിരിക്കുന്നു. ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. പാദപീഠമാക്കുക. നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിന്റെ മേൽ ഡൊമീനിയൻ ഇട്ടിരിക്കുന്ന സംഭവങ്ങളില്ലേ, നിന്റെ വീട്ടില്, നിന്റെ പറമ്പില് ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പാദപീഠമാക്കുവാൻ യേശു കാത്തിരിക്കുക. കുരിശിൽ അവനെ എല്ലാം യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ സകലത്തിനെ അവൻ ആയുധവർഗം വെപ്പിച്ചു. സകലത്തിനെയും അവൻ പരാജയപ്പെടുത്തി. ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ബ്രാൻഡ് ന്യൂ സ്പിരിറ്റും തന്നു. എന്നിട്ട് നിന്റെ ലോകം എന്ന് പറഞ്ഞാൽ ഏതാ? എന്നെ കേൾക്കുന്നത്, നിന്റെ ലോകം എന്നാ തുടങ്ങിയത്? നിന്റെ ലോകം തുടങ്ങിയത് നീ ഈ ഭൂമിയിൽ ജനിച്ച ആ നിമിഷം മുതൽ നിന്റെ ലോകം ഓപ്പണപ്പായി. നിന്റെ ലോകാവസാനം ഈ ഭൂമിയിൽ നിന്റെ കണ്ണടയുന്ന ഈ ലോകത്തിന്റെ മേൽ യേശു ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞ നിന്റെ ലോകം. ഇപ്പൊ നിന്റെ ലോകം, നമ്മൾ ലോകം എന്ന് പറയുന്ന ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുമായിട്ട് നമ്മളെ കണക്ട് ചെയ്ത് അങ്ങ് ചിന്തിക്കാത്തല്ല. നിന്റെ ലോകം, നിനക്കൊരു ലോകമുണ്ട്, നിന്റെ ഒരു സ്പിരിറ്റ്വലമുണ്ട്. ആ സ്പിരിറ്റ്വലത്തെ യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ ശക്തിയിലൂടെ ഇന്ന് അതിലൂടെ പെയ്തിറങ്ങുന്ന അഭിഷേകത്തെ നിന്റെ ആത്മാവ് സ്വീകരിക്കുമ്പോൾ നിന്റെ ആത്മാവിൽ നിറയപ്പെടുന്ന ഈ അഭിഷേകത്തിന്റെ ശക്തിയിലൂടെ നിന്റെ മനസ്സിന്റെ തലം, നിന്റെ ആ സോൾ റലം, ആ നിൽക്കുന്ന സ്ഥലത്തെ സകല പൈശാചിക ഡൊമീനിനെയും യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ ശക്തി ഇപ്പോൾ തകർത്ത് കളയും. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അതാ വചനത്തിന്റെ ശക്തി. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. When you hear the word of God, it pierces through your spirit, soul and body. ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും അത് വിഭജിച്ച് പിശാചിന്റെ ഡൊമിനിയനെ മുഴുവൻ തകർത്ത് കളയും. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, അതാ യേശുവിന്റെ വചനത്തിന്റെ ശക്തി. ദിസ് ഈസ് ദ റിയൽ പവർ. ഇത് ക്രിയയല്ല, ഇത് ദൈവത്തിന്റെ പ്രതിക്രിയ, ദൈവവചനം. അതാ അനോയിറ്റിംഗിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന സമയത്ത്
ഗോഡ് ഡിസ്ട്രോയ്സ് ഓൾ ദ ഡാർക്ക്നെസ്. പിശാച് നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ചെയ്തു വെച്ചിരിക്കുന്ന സകല സംഭവങ്ങളെ യേശുവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ വലിയ സമാധാനത്തെ സ്വർഗം അയക്കുകയാണ്. യേശു പറഞ്ഞു, യേശു കാറ്റിനെ കടലെ ശാന്തമാക്കി, അല്ലെ? കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാക്കുക. ചിലപ്പോൾ പൈശാചിക ശക്തികൾ ജീവിതത്തിൽ എതിരെ ഉയർത്തുന്ന, ദുഷ്ടശക്തികൾ ഉയർത്തുന്ന ചില കൊടുങ്കാറ്റുകൾ ഇന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാന്തമാകട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദുഷ്ടശക്തികൾ എവിടെയെങ്കിലും ചില കാറ്റുകൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, ചില ഡിലേകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതെല്ലാം യേശുവിന്റെ നാമത്തിൽ എല്ലാ കാറ്റുകളും അടങ്ങട്ടെ. എല്ലാ ഡിലേസിനോടും യേശുവിന്റെ നാമത്തിൽ അതെല്ലാം ഫാസ്റ്റായിട്ട് ചില കാര്യങ്ങൾ നടക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വലിയ അത്ഭുതങ്ങൾ ഈ നിമിഷം സംഭവിക്കുന്ന എന്റെ സഹോദരങ്ങളെ, ദൈവജനമേ, ഈശോയുടെ മക്കളെ, വലിയ അത്ഭുതങ്ങൾ നമ്മുടെ നടുവിൽ ഈ നിമിഷം സംഭവിക്കും. വലിയ അത്ഭുതങ്ങൾ നമ്മുടെ നടുവിൽ ഈ നിമിഷം സംഭവിക്കും. ഏതെങ്കിലും മേഖലയിൽ ജീവിതത്തിൽ പിശാചിന് നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിൽ അഭയം പ്രാപിച്ച് അതിൽ നിന്ന് സ്വാതന്ത്ര്യം സ്വീകരിക്കുക. യേശുവിനോട് പറയും, യേശുവേ, എന്നെ ആ മേഖലയിൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ. ആ മേഖലയിൽ എന്നെ വിടുതലിലേക്ക് നയിക്കണമേ. ഏത് വിഷയത്തിലാകട്ടെ, പിശാച് നിങ്ങളുടെ വ്യഭിചാരത്തിൽ നിങ്ങളെ തളർത്തിയിട്ടുണ്ടെങ്കിൽ, മദ്യപാനത്തിൽ തളർത്തിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഒരു ഡൊമീനിയൻ നിങ്ങളുടെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിൽ അഭയം പ്രാപിച്ച് ആ പൈശാചിക സ്പിരിറ്റിനെ നിങ്ങളുടെ ആത്മാവിൽ നിറയുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ നിറവിലൂടെ പരാജയപ്പെടുത്തണം. അത് പരാജയപ്പെടുത്തിയാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറേണ്ടത്. പരാജയപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഭൂമിയിൽ 100 വർഷം 36,500 ദിവസം. മനുഷ്യനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര കാശുള്ളവനാണെങ്കിലും, എത്ര വലിയ സംഭവം, എത്ര ഉന്നതിയിലാണെങ്കിലും, ഏത് അവസ്ഥയിലാണെങ്കിലും എല്ലാം ഒരു കർത്താവിന്റെ നിങ്ങൾക്ക് ഇതൊരു പസിൽ തന്നെ ഒരു ടൈം ഫ്രെയിമാണ്. ഈ ടൈം ഫ്രെയിമിനകത്ത് നിങ്ങൾ ജയിക്കേണ്ടതാണ് ആ സ്പിരിറ്റിന്. നിങ്ങൾ ഇന്ന് ഡോമിനേറ്റ് ചെയ്യുന്ന ആ ബലഹീനത ഇട്ടിരിക്കുന്ന സ്പിരിറ്റിനെ നിങ്ങൾ യേശുവിലൂടെ ജയിക്കണം. അതായത് യേശു നിന്റെ അടുത്ത് വന്ന് നിന്നെ നോക്കി പറയുകയാണ്, നിനക്കെന്റെ കൃപ മതി, നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും നിന്നിൽ പ്രകടമാകുന്നത്. ഇന്ന് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച്, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിലൂടെ സാത്താനെ മറികടക്കുവാനുള്ള വലിയ കൃപ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ അയക്കുകയാണ്. എന്നിങ്ങനെ പ്രാർത്ഥിച്ച, എന്റെ യേശുവേ, ഞാൻ എന്നെ തന്നെ, എന്റെ കുടുംബത്തെ, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ മേഖലകളിലെ യേശുവെ നീ അറിയുന്നല്ലോ. എന്റെ കുടുംബത്തെയും എന്നെ തന്നെയും ഞാൻ എന്റെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ വലിയ സ്നേഹം, പുത്രന്റെ വലിയ കൃപ, പരിശുദ്ധാത്മാവിന്റെ വലിയ സംബന്ധവും സഹവാസവും ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. വലിയ അഭിഷേകം സ്വർഗം അയച്ച് അത്ഭുതങ്ങൾ അയച്ചതിനായി നന്ദി പറയുന്നു യേശുവേ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിലൂടെയുള്ള വിടുതലുകൾ സംഭവിക്കുന്ന നിമിഷം പിശാച് ഉയർത്തിയ വലിയ തിരമാലകൾ, വലിയ സുനാമി പോലത്തെ ഇഷ്യൂസ്, അതിനെ കർത്താവ് ശാന്തമാക്കിയിരിക്കുന്നു. കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക. ഹല്ലേലൂയ. ആ യേശു ഇന്ന് നിന്റെ ആത്മാവിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ആത്മാവിന്റെ ഉള്ളിൽ യേശു ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ യേശു ഇരിപ്പുണ്ട്. ബൈബിൾ പറയുന്നു, നിങ്ങളെ നോക്കി മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന യേശു ആത്മാവിന്റെ ശക്തിയിൽ നിങ്ങൾ നിറയുമ്പോൾ ആ യേശു ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയുടെ മഹത്വം നിങ്ങളുടെ സോളിഷ് റലത്തിലേക്ക് അങ്ങ് ഇറങ്ങി. നിങ്ങൾ ഈ മനുഷ്യനെ നോക്കി, മനുഷ്യനെ ഒരു വിഗ്രഹങ്ങളാക്കി മനുഷ്യനെ പറയുന്നു പോകണ്ട. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നവൻ ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞവന്റെ ശക്തിയിൽ അങ്ങ് നിറയാനാണ് പുതിയ നിയമം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ആ അഭിഷേകത്തിൽ നിറയുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞുമാണ്. നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യം എപ്പോഴാണ് അനുഭവിക്കുന്നത്? പുത്രൻ സ്വാതന്ത്ര്യം, യേശുക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം, ദാറ്റ് റിയൽ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. അവിടെ പാമ്പുകളുടെ മേൽ, തേളുകളുടെ മേൽ, ശത്രുവിന്റെ സകല ബലത്തിന്റെ മേലും നിങ്ങൾക്കുള്ള അധികാരം വെളിപ്പെടുകയാണ്. ലൂക്ക 10:19 വചനത്തിന്റെ ശക്തി എന്നീ നിമിഷം വെളിപ്പെടും. ഇതുവരെ ജീവിതത്തിൽ ഈശോനെ ഹൃദയത്തിൽ സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ, യേശുവേ, അങ്ങേ ഞാൻ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു. യേശുവേ, അങ്ങയുടെ മരണത്തിലൂടെ അങ്ങനെ നീതീകരിക്കുന്നതിനായി നന്ദി പറയും. കർത്താവിന്റെ വലിയ സമാധാനം ഇന്നേ ദിവസം ഓരോ മക്കളിലും നിറയപ്പെടുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ സ്നാനം അനേകർക്ക് ഇന്ന് ലഭിക്കുവാനിടയാകട്ടെ. ജനത്തിൽ യേശുവിനോട് ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിറയപ്പെടുവാനിടയാകട്ടെ. യേശുവിന്റെ സഹോദരൻ, യേശുവിന്റെ മക്കളെ, ഈശോയുടെ മക്കളെ, എന്റെ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷകളൊക്കെ നടത്തുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം യേശുവിന്റെ സ്നേഹമാണ്. നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ ഇന്ന് ഇത് നിങ്ങളുമായിട്ട് ഈ വചനം പങ്കുവയ്ക്കാൻ എന്നെ പ്രേരിപ്പിച്ച് ഈശോയാണ്.
നിങ്ങൾ എന്നെ കാണരുത്, ഈശോനെ മാത്രം കാണുക. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു. അധരം തുറന്ന് പറഞ്ഞ് ടെറ്റലസ്റ്റായി, എന്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. ഡീന BJ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇന്ന് ഇവിടെ പ്രയർ റിക്വസ്റ്റ് ഇട്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് യേശു അത് ഏറ്റെടുക്കും. ഈശോ അത് ഏറ്റെടുക്കും. ഹീ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മൾ ഏത് സമയത്തും നമ്മൾ തളർന്നിരിക്കുമ്പോൾ, വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തിയൊരു വചനം ഉണ്ടായത്. യേശു പറയുന്ന ഒരു കാര്യമാണ്, ആർക്കും എൻ്റെ കൈകളിൽ നിന്ന് അവരെ പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. വി ആർ സേഫ് ഇൻ ഹിസ് ഹാൻഡ്. നമുക്ക് ആ ഒരു ബോധ്യം ഉണ്ടാകും. യേശുവിന്റെ കരത്തിനകത്താണ് നമ്മൾ. യേശുവിന്റെ കരത്തിനകത്താണ് നമ്മൾ. കർത്താവിന് എൻ്റെ ജീവിതത്തിന് മേലെ ഹോൾഡ് ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ അളവ് നോക്കിയല്ല യേശു നമ്മളെ സ്നേഹിക്കുന്നത്. യേശു തന്നെ ഒരുപാട് സ്നേഹിക്കുന്നത്